ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എത്ര വർഷമായി? ഓ, അപ്പൊ എനിക്ക് 30 വയസ്സായി. 33. ആഹാ, 33. സത്യമായിട്ട് എനിക്ക് 30 വയസ്സായുള്ളേ. സത്യം ഇല്ല, സമ്മതിക്കില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം കള്ളിക്കാട് അമ്മേര വെഡിങ് സാരി കാണിച്ച പോലെ നിങ്ങളെ വെഡിങ് സാരി വല്ലതും ഇവിടെ ഉണ്ടാ? വെഡിങ് സാരിയും ആൽബം പോയി, അതിനെ ഇളക്കിയെടുത്ത് വേറെ ഒരു ഇതിലൊക്കെ ഒട്ടിച്ചൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പൊ കാണിക്കാം, നോക്കാം, എല്ലാരും കാണട്ടെ. അച്ചിയുടെ അളിയൻ പട്ടാളക്കാരൻ അതിൽ ഷീജ ശ്രീകുമാർ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്തതാ. അച്ചിയുടെ അളിയൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. വാ, കല്യാണ സാരി. ഇതെന്തോന്ന്? കല്യാണ സർട്ടിഫിക്കറ്റ്. സെറ്റപ്പ് ആയിരുന്നു ജിമാ. നമുക്ക് വിലയില്ല. യൂണിവേഴ്സിറ്റി എന്തോന്നുണ്ടേ? ഇതാണ് നമ്മുടെ CP ഹൗസ്, ആറാമ്പള്ളി, ചുള്ളിമാനൂർ PO. എന്തോന്നിത്? എന്തോ നിന്റെ പ്രൊഫസർ? സെന്റർ ഫോർ അഡൾട്ട് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. അത് തന്നെ. അത് എന്തോ നിന്റെ പ്രൊഫസർ? ഇൻസ്ട്രക്ടർ. അച്ഛൻ ഇറങ്ങില്ല. കല്യാണ ആൽബം. ആദ്യം സാരി കാണി. സാരി കമലഹാസൻ സ്വയം കമലഹാസനായി നടക്കണം. അയ്യോ, കമലഹാസന്റെ മുഖമൊക്കെ അറിഞ്ഞൂടാ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സാരി കാണീട്ട്. കണ്ട അന്നത്തെ ഞാൻ ഇത്രയേ ഉള്ളൂ, എന്റെ വണ്ണം കണ്ടാണ്. ഓക്കെ, ശരി. സാരി കാണീര്. പണ്ടത്തെ ഫാഷൻ സാരിയാണത്, കല്യാണ സാരി. ഒറിജിനൽ കാഞ്ചീപുരം തന്നെ. അറിഞ്ഞൂടാ. ഇന്ന് നമുക്ക് വൈകുന്നേരം ഇത് ഉടുത്താണ് നമ്മൾ പോണത്. അച്ചിയുടെ ഷർട്ടും മുണ്ടൊന്നുമില്ലേ? സൂക്ഷിച്ചു നോക്കിയേ. കാണീരെങ്കി അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ സാധനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് കല്യാണ സാരി. ആൽബം എവിടെ? ആൽബം പോരട്ടെ. ഇതിൽ എന്റെ പഴയ ഫോട്ടോ ഒക്കെ ഉണ്ടാ. നമുക്ക് വേറെ ഡ്രസ്സ് ഷൂട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ പെയിന്റ് ഒക്കെ. കമലഹാസനും പാർവതി. ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. കമലഹാസനും പാർവതി ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. കമലഹാസൻ പാർവതി. മമ്മിയുടെ ഏട്ടൻ എന്നെ കാണുന്നുണ്ടോ? മമ്മിയുടെ ഏട്ടനില്ലേ? അല്ല, പിന്നെ മാഷ്. അതങ്ങനെ മാഷ് അല്ല. നിങ്ങൾ ലവ് സ്റ്റോറി പറ. ഞാൻ മാഷ് എന്നെ വിളിക്കും. അങ്ങോട്ട് തന്നെ കാണിക്കണം. ഞാൻ പറയാം. അതൊക്കെ കാണിക്കാം. അതായത് സുഹൃത്തുക്കളെ, അച്ഛൻ എന്റെ മാമനെ കരാട്ടെ പഠിപ്പിക്കാൻ പോയ ആ വഴിയിൽ നിന്നാണ് അമ്മയെ കിട്ടിയത്. ഡാൻസും ഉണ്ട്, കരാട്ട മാത്രമല്ല. അച്ഛനൊരു സകലകലാ വല്ലഭനാണ്. അങ്ങനെ സകലകലാ വല്ലഭൻ അഭ്യസിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അമ്മയെ കണ്ട് അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ കൊണ്ടായ അത് പിന്നീട്. കമലഹാസനും പാർവതി. ഇത്രയുള്ള ആൽബം. അയ്യോ, ബാക്കി ഫോട്ടോസ് എല്ലാം പോയി. ഏതൊക്കെ എല്ലാം പോയി. ഇത് എനിക്ക് തോന്നുന്നു ലാമിനേറ്റ് ചെയ്യാനൊക്കെ കൊടുത്താ അത് തന്നെ അങ്ങനെ ചെയ്യാൻ കൊടുക്കായിരുന്നു. ചുമ്മാ ചീത്തയാക്കി കളയണ്ട. ഇതാണ് വല്യമ്മ ഗൈസ്. ഇതെന്റെ അമ്മ. ഇത് കാരുടെ? ഇതാര്? ഇതൊക്കെ ആരോ റിലേറ്റീവ്സ് ആണ് കേട്ടോ. കമലഹാസനും മാമനല്ല അത്. ഇത് മറ്റേ ബാലോടുള്ള. ഇതാണ് അച്ഛൻ്റെ അച്ഛൻ, അപ്പൂപ്പൻ. ഇത് അച്ഛൻ്റെ ഫാമിലി. അളിയൻ, പെട്ടി കൊടുത്ത അളിയൻ. എൻ്റെ മാമൻ. എൻ്റെ അളിയനല്ല, മാമൻ. അതൊന്നും കണ്ടുകൂടാ. ഇത് അപ്പൂപ്പൻ, ഇത് അമ്മൂമ്മ. അച്ഛൻ്റെ ആണേ. ഇത് അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ സഹോദരി. ഇത് വേറൊരു സഹോദരി. മൂത്ത സഹോദരി, ഏറ്റവും ഇളയ സഹോദരി. അച്ഛനാണ് ഏറ്റവും ഇളയത്. ഇത് അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ. ഇത് അമ്മയുടെ അച്ഛൻ. ഇത് അമ്മാമ്മ, അമ്മയുടെ അമ്മ. എൻ്റെ മാമൻ. എൻ്റെ മാമനല്ല, അച്ഛൻ്റെ മാമൻ. പ്രഭാകരൻ നായർ, ശ്യാമള എന്തോ അറിഞ്ഞൂടാ. ഇത് ശശിധരൻ നായർ,
ക്യാപ്റ്റൻ ശശിധരൻ നായർ, ഇതെന്തോന്ന് ചെല്ലപ്പൻ പിള്ള, പൊന്നമ്മ, പിന്നെ ഇത് രമ, ഓമന. ഈ ആൽബത്തിന്റെ ഫൈനൽ ഫോട്ടോസ് ആണ്. വേറെ ഉണ്ടോ നോക്ക്. ഇല്ല, ഇത് പാലും പഴവും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോണ കാഴ്ച. അല്ല, പാലും പഴവും കുടിക്കാൻ നിങ്ങളെ വരും. ഓ, ഇത് അവിടെ കല്യാണത്തിന് എടുത്തതല്ലേ? ശരി ശരി ശരി. ഇത്രയേ ഉള്ളൂ. കമലഹാസനും പാർവതിയും പാലും പഴവും കുടിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഫോട്ടോ. പക്ഷെ കുറെ ഉണ്ടായിരുന്നു, എല്ലാം പോയി, എല്ലാം ചീത്തയായി പോയി. ആ ഗൈസ്, ഇത് വേറൊരു ആൽബത്തിൽ നിന്ന് കിട്ടിയതാണ്. സ്വീകരണത്തിന് നിൽക്കുന്ന കമലഹാസനും കുടുംബവും, സ്വീകരിച്ച് നിർത്തിയിരിക്കുന്ന കമലഹാസനും കുടുംബവും. ഇതൊന്നും ഒന്നും ക്ലിയർ അല്ല. വേറെയും കുറച്ച് ആൽബംസ് ഒക്കെ കിട്ടിയേട്ടോ. അത് പല പല ആൽബങ്ങളിലാക്കി സെറ്റ് ചെയ്തിരിക്കുന്നു. ഒറിജിനൽ ആൽബം ചീത്തയായിപ്പോയി, അതിൽ നിന്ന് ഇളക്കി ഇതിലേക്കൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് നേരത്തെ കണ്ട ഫോട്ടോസ് ആണെന്ന് തോന്നുന്നു. ഒന്നിൻ്റെ തന്നെ വേറെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇതല്ല ഇപ്പം നമ്മൾ കണ്ടിട്ട് മടക്കി വെച്ചത്. ഓ, അത് തന്നെ ഇത്. സോറി. ഗൈസ്, വീണ്ടും കുറേ ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടുണ്ടേ. ഇത് മാമനാണ്. മാമൻ അച്ഛനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് മറ്റേ ഹാരമൊക്കെ ഇട്ട് ആ സെറ്റപ്പ്. താലി കെട്ടുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അയ്യോ, ഇതല്ല നിങ്ങളെ കല്യാണ സാരി. ഇത് അച്ചി പുടവ തന്ന സാരി. പിന്നെ കല്യാണ സാരി എന്ന് പറഞ്ഞാൽ കല്യാണ സാരി മഞ്ഞ സാരിയാണ് ഗൈസ്. സോറി ഗൈസ്. ഇത് മഞ്ഞ സാരിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് അമ്മയുടെ കല്യാണ സാരി. കല്യാണ ഫോട്ടോസ് ഒക്കെ ഇതൊക്കെയാണ്. നമ്മൾ ഇന്ന് ഉച്ചത്തെ പരിപാടി എന്ന് പറയുന്നത് അമ്മ പായസം വെക്കാൻ പോവാണ്. വേറെ കുക്കിംഗ് ഒന്നുമില്ല. നമുക്ക് റെസ്റ്റ് കൊടുത്തു. നമ്മൾ മന്തി വാങ്ങാൻ പോവുകയാണ്. മന്തിയും കേക്ക് വേണോ? എണീറ്റ് പോണു. കേക്ക് വേണോന്ന്. ചീമ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ പിന്നെ ഒരു കേക്ക് വാങ്ങിക്കാം, ഒരു കുഞ്ഞു കേക്ക് വാങ്ങിക്കാം. കണ്ടാ, ഇത്ര വർഷം പഴക്കമുള്ള പെട്ടി വരെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, അവള് ബോളിയൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു. നമുക്ക് പോയാലോ? നമുക്ക് പോണ്ടേ? മന്തിയും ചീമ അച്ഛൻ ഇറങ്ങി കേക്ക് വാങ്ങാൻ. അപ്പൊ കേക്കും വാങ്ങി. അപ്പൊ മന്തിയുടെ കാര്യത്തില് തീരുമാനം വേണം. സച്ചിൻ PS ഉണ്ടെങ്കിൽ നമുക്ക് അളവ് കൂട്ടണം, ഇല്ലെങ്കിൽ നമുക്കുള്ളത് മതി. ഫുൾ മന്തി തികയൂല. എനിക്ക് ബിരിയാണി മതിയായിരുന്നു. അതിനിപ്പോ എന്താ, ഒരുമിച്ചായാലും എന്ത്, സെപ്പറേറ്റ് ആയാലും എന്ത്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അയ്യോ, ഒരു മന്തിയും ഒരു ചിക്കൻ ബിരിയാണിയും പോരെ? മതി. നമുക്ക് ബോളിയും വാങ്ങിച്ച് കേക്കും വാങ്ങിച്ച് മന്തിയും വാങ്ങിക്കാം. പോവാം. വേദയോട് പഠിക്കാൻ പറഞ്ഞതിന് പിണങ്ങിയിരുന്ന് കരങ്ങി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വേദ ഇത്രയും സമയം വീഡിയോയിൽ കാണാത്തത്. ഓക്കെ, അപ്പം കല്യാണ ആൽബവും ഫോട്ടോസൊക്കെ കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ ഇനി മന്തി വാങ്ങാൻ പോവാണ്. ഞാനും ചീമയും കൂടെ മന്തിയും വാങ്ങി ഒരു കുഞ്ഞു കേക്ക് കൂടെ വാങ്ങാം അല്ലേ? അതല്ലേ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. കേക്ക് കൂടെ വാങ്ങാം. പടിമോളെ. ഓക്കെ. എൻ്റെ ഭർത്താവില്ല കേട്ടോ. അതിന് ഈ വക കാര്യത്തിനൊന്നും വലിയ താല്പര്യമില്ല. വന്ന് ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. സച്ചു ഇന്ന് ഭയങ്കര ബിസി ആയിരുന്നു. സച്ചു സാധാരണ ഇതൊക്കെ പരിപാടികളിലൊക്കെ ഉൾപ്പെടാറുള്ളതാണ്. പക്ഷെ ഇന്ന് സച്ചുവും ബിസിയാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വരുമായിരിക്കും അല്ലേ? അപ്പം എന്തായാലും അല്ല, വരുമെന്ന് പറഞ്ഞാൽ മന്തി വാങ്ങിക്കാൻ പറ്റില്ല. ജീവൻ സച്ചു വരുമെങ്കിൽ ഒരു മന്തി, വന്നില്ലെങ്കിൽ ഒരു മന്തി, വന്നാൽ ഒരു മന്തിയും ഒരു ക്വാർട്ടർ മന്തിയും വിളിച്ച് ചോദിക്കും. നമുക്ക് ഒരു മന്തി വാങ്ങിക്കാം. ഞാൻ തരില്ല, എൻ്റെ മന്തി ഞാൻ തരില്ല. മന്തി വാങ്ങാൻ ഇറങ്ങിയപ്പോൾ 2 വീലറിൽ പോകാമെന്ന് കരുതി. പക്ഷെ ഭയങ്കര വെയിൽ. പിന്നെ ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്തു, കാറിൽ പോകാമെന്ന് കരുതി. അങ്ങനെ വേദയും കൂട്ടുകയാണ്. വേദ കയറി വേദയും കൊണ്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും വീട്ടിലേക്ക് 2 ഗസ്റ്റ് വന്നു. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ, നമ്മുടെ റിലേറ്റീവ് അല്ല എങ്കിലും അമ്മയ്ക്കൊക്കെ റിലേഷൻ പോലെയാണ് അമ്മയുടെ നാട്ടിൽ. അമ്മയുടെ നാടെന്ന് പറയുന്നത് ഇളവട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ്, തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ അവിടെ നെയ്ബേഴ്സ് ആയിരുന്നു അവർ. അപ്പോൾ ഒരു വീട് പോലെയാണ് അമ്മയൊക്കെ കഴിഞ്ഞിരുന്നത് എന്ന് അമ്മ പറയാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ പരിചയമുണ്ട്. ചിമ്മയുടെ കല്യാണത്തിന് വന്നു, അല്ലാതെയൊക്കെ കണ്ടിട്ടും ഒക്കെ അറിയാം. പക്ഷേ നമുക്കത്രയും അടുപ്പമില്ല. അമ്മയായിട്ടൊക്കെ ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് അമ്മയ്ക്ക് ഫാമിലിയായിട്ട്. ഞാൻ പറയുന്നത് നമ്മുടെ റിലേറ്റീവ് അല്ലെങ്കിലും നമ്മുടെ റിലേഷൻ പോലെയാണ്. നമുക്കങ്ങനെ അത്രയും അറ്റാച്ച്മെൻ്റ് ഇല്ല, പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയാണ്. അമ്മ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു കുഞ്ഞിലെ വേദനയുടെ സമയത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
അപ്പോൾ അവരിങ്ങനെ വന്നു, അവരോട് കാര്യമെല്ലാം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഇന്ന് ഇവിടുന്ന് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, അവർ പോകുന്നു. അവരുടെ മോൻ്റെ കുഞ്ഞുവാവ ഇവിടെ നെട്ടയത്താണ് ഉള്ളത്. മീൻസ് മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നെട്ടയത്തെന്നാണ്. അപ്പോൾ കുഞ്ഞുവാവ ഇവിടെ നെട്ടയത്തുണ്ട്. സോ വാവയെ കാണാനായിട്ട് പോകും വഴിക്ക് ഇറങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടൊക്കെ വന്നതാണ്. പക്ഷേ അമ്മയോടുള്ള ആ ഇഷ്ടം കൊണ്ടും അമ്മയ്ക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വേദയും അച്ഛനും കൂടി ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. വേദ റെഡി ആവാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്തോട്ട് പോവാം, നീ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ വേദ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വേദ അച്ഛനും കൂടി പുറത്തോട്ട് പോയി. അപ്പോൾ വേദ പോയിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഗസ്റ്റ് എത്തിയത് കേട്ടോ. വേദ എന്തൊക്കെയോ കുറേ സ്നാക്സൊക്കെ വാങ്ങാനായിട്ട് പോയതാണ്. അച്ഛൻ വേറെ എന്തോ ആവശ്യത്തിന് പോയത്. അപ്പോൾ അച്ഛൻ്റെ കൂട്ടത്തിൽ വേദയും പോയി എന്തൊക്കെയോ സ്നാക്സ് എല്ലാം വാങ്ങി. വേദയ്ക്ക് ഒരു അബദ്ധം പറ്റി കേട്ടോ. കിൻഡർ ജോയ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ സെയിം ആയിട്ടിരിക്കുന്ന വേറൊരു സാധനം വാങ്ങി കേട്ടോ. പക്ഷേ പേര് വേറെ ആയിരുന്നു, വേറെന്തോ സംഭവമായിരുന്നു. കിൻഡർ ജോയ്ക്ക് ഒരു ചെവിയല്ലേ ഉള്ളൂ, ഇതിന് 2 ചെവിയുണ്ട്. ചീമ എടുത്ത് വായിച്ചപ്പോഴാണ് അത് കിൻഡർ ജോയ് അല്ല എന്ന് മനസ്സിലാക്കിയത്. വേദം മുന്നേ സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കിൻഡർ ജോയ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷേ കിൻഡർ ജോയ് അല്ല എന്ന് കണ്ടപ്പോൾ വേദയ്ക്ക് വിഷമമായി. എങ്കിലും വേദ പറയാണ് കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു ടോയ് ഉണ്ടാവും. അതുപോലെ ഒരു നമ്മുടെ കിൻഡർ ജോയുടെ അത്ര നല്ല ചോക്ലേറ്റ് അല്ല കേട്ടോ, എന്തോ പീനട്ടും അതുപോലെ എന്തോ ചോക്ലേറ്റും ഒക്കെ ആഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റും ഉണ്ടാവും അപ്പുറ സൈഡിൽ. പക്ഷെ അത് കൊള്ളത്തില്ല, അഴിക്കാണ്. വിലയും അതിനുള്ള വിലയുള്ളൂ കേട്ടോ. കിൻഡർ ജോയുടെ അത്രയും വിലയൊന്നുമില്ല. എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇത് പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടാണ്, അതുകൊണ്ടാണ് നൈഫ് വെച്ച് പൊട്ടിക്കുന്നത് കേട്ടോ. അങ്ങനെ ചീമ അത് കണ്ടപ്പോഴേ ചീമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഈ വക സാധനങ്ങളൊന്നും വാങ്ങി കൊടുക്കണതിൽ വലിയ താല്പര്യമില്ല. പക്ഷെ വേദയും അബദ്ധം പറ്റി വാങ്ങിയതാണ്. ആ ഒരു 2 വീലറാണ് കിട്ടിയത് കേട്ടോ വേദയ്ക്ക്. ആ ഒരു അതിൻ്റെ പേര് വേറെ എന്തോ ആണ്, ഞാൻ കണ്ടില്ല, വീഡിയോയിൽ നോക്കിയിട്ട് അതിൻ്റെ പേര് കിട്ടുന്നില്ല കേട്ടോ. അത് കിൻഡർ ജോയ് അല്ല, വേറെ സംഭവമാണ്. അങ്ങനെ അതിനെല്ലാം വാങ്ങാനാണ് വേദ കൂടെ പോയത്. അതെല്ലാം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഗസ്റ്റ് കുറച്ച് സമയം ഇരുന്നു. ആൻറ്റിയും അങ്കിളും കുറേ സമയം ഇരുന്ന് കാര്യമെല്ലാം പറഞ്ഞ ശേഷം അവർ പോവുകയാണ്. ഇനി വേറെ ദിവസം വരാം, രാവിലെ വന്നിട്ട് വൈകിട്ട് പോകാനായിട്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണേ. അവർ വന്നതുകൊണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർ പോയ ശേഷം നമുക്ക് പോയി വാങ്ങാമെന്ന് കരുതി. അപ്പോൾ അവരോട് നിൽക്കുന്നോന്ന് ചോദിച്ചപ്പോൾ അവർ നിൽക്കുന്നില്ല. എനിക്ക് അവർക്കൂടെ കണക്കാക്കി ഫുഡ് വാങ്ങാമെന്നൊക്കെ കരുതിയതാണ്. അപ്പോൾ അവർ ഭയങ്കര അത്യാവശ്യമായിട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മൾ ആദ്യം എല്ലാവരും കൂടി പുറത്ത് പോയി കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിന്നതാണ്. പിന്നീട് വൈകുന്നേരവും പുറത്ത് പോയി കഴിക്കുന്നെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ പിന്നെ അമ്മ അച്ഛനും ഒക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു വൈകുന്നേരവും പുറത്ത് പോയി കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴും ഉച്ചയ്ക്ക് പോകണ്ട, വാങ്ങിയിട്ട് വൈകിട്ട് നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പുറത്ത് പോയി കഴിക്കാതെ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് വാങ്ങിയിട്ട് വൈകുന്നേരം പുറത്ത് പോയി കഴിക്കാമെന്ന് കരുതിയത്. വൈകിട്ട് നമ്മൾ ഫിഷൊക്കെ കിട്ടുന്ന സ്ഥലം വിഴിഞ്ഞത്ത് അവിടെ പോയി കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ്. അറിയില്ല ഇനി പ്ലാൻ ചേഞ്ച് ഉണ്ടാവുമോ ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും അവർ പോവുകയാണ്. അവർ പോയതിൻ്റെ പിറകെ ഞങ്ങളും ഇറങ്ങുകയാണ്. കാരണം മന്തിയൊക്കെ ഒരു 11 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവത്തുള്ളൂ. മന്തി വാങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എല്ലാവർക്കും മന്തി മതി. വേദയ്ക്കാണ് മന്തി ഭയങ്കര ഇഷ്ടം, എനിക്ക് മന്തി ഇഷ്ടമില്ല, ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ വേദ കുറേ ദിവസമായിട്ട് മന്തി പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, വേദയുടെ ഇഷ്ടം നോക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് മന്തി വാങ്ങാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും മന്തി വാങ്ങുന്നത് കൊണ്ട് ഞാനും അങ്ങ് മന്തി വാങ്ങാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ മന്തിയൊക്കെ എന്തായാലും ഒരു 11 മണിക്കൊക്കെ ശേഷം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് പിന്നെ അവർ പോയിട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിൽ പതിയെ അങ്ങനെ നിന്നത്. ഹായ് തിൻ്റെ മോളെ, എന്ത് ഡ്രസ്സൊക്കെ മാറിയത്? കാറിൽ പോകണം തീരുമാനിച്ചപ്പോൾ ഡ്രസ്സ് മാറി. വേദയും കൊണ്ടുപോവാണ്. വേദയും റെഡിയായി വന്നു. സംസാരിക്കാതെ പോവാം നമുക്ക്. അങ്ങനെ കാറിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചീമ ഡ്രസ് ചേഞ്ച് എല്ലാം ചെയ്തു. പോവാം. എന്ത് ഡ്രസ്സ് മാറിയത്? കാറിൽ പോകുമെന്ന് തീരുമാനിച്ചപ്പോൾ വേദയും കൂട്ടി അവളുടെ ഡ്രസ്സും മാറ്റി. ബാക്കി വിശേഷം മന്തി കഴിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് ലെങ്ത് ആയിട്ടുണ്ട്. ആ വീഡിയോയുടെ ഇടുമ്പോഴേക്കും ഭയങ്കര ലെങ്ത് ആയി പോകും. ഈവനിങ് ഞാൻ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാവേ. എല്ലാം കൂടി ഇട്ട് കുളമാക്കണ്ടെന്ന് കരുതിയിട്ടാണ് പകുതി ഇടുന്നത്. അപ്പോൾ വൈകിട്ട് ബാക്കി വിശേഷം കാണാം.